എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാനൊരു ന്യൂ ഇയറിന് ഇത്രയും നേരത്തെ എണീക്കുന്നത്. അങ്ങനെ എണീറ്റ് പോയൊരു ട്രെക്കിംഗാണ് പെരുമാൾമുടി ട്രെക്കിംഗ്. അതിൻ്റെ സ്റ്റോറീസാണ് ഇന്ന് പറയാൻ പോണത്. വെൽക്കം ടു മൈ ട്രയൽ സ്റ്റോറീസ് ബൈ ശ്രീനാഥ്. എല്ലാവരും ന്യൂ ഇയറിന് പബ്ബ്, ഡിന്നർ, DJ പാർട്ടിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ ബുക്ക് ചെയ്തത് ഒരു ട്രെക്കിംഗ് ആണ്. അല്ല, അതിനുള്ള തെറി ബാരഡെന്ന് വേറെ കേൾക്കുന്നുണ്ട്. ട്രക്ക് തമിഴ്നാട് വെബ്സൈറ്റിൽ 1300 രൂപ കൊടുത്താണ് ജനുവരി 1-ാം തീയതി തന്നെ ഒരു ട്രെക്കിംഗ് ബുക്ക് ചെയ്തത്. വെസ്റ്റേൺ ഗട്ട്സിലെ 1611 മീറ്റർ ഉയരത്തിലുള്ള പെരുമാൾ മുടിയാണ് ഇന്ന് ട്രക്ക് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ 12 കിലോമീറ്ററാണ് ട്രെക്കിംഗ് ചെയ്യേണ്ടത്. രാവിലെ 4 മണിക്ക് എണീറ്റ് ബാഗും പാക്ക് ചെയ്ത് ഷൂ ഇട്ടിറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ഭാര്യ ചോദിച്ചു, തലയ്ക്ക് വട്ടാണല്ലത്. എനിക്കൊരു സംശയമില്ലാതില്ല. അങ്ങനെ 5 മണിയോടെ കാറെടുത്ത് നേരെ കോയമ്പത്തൂർ. 8 മണിയാകുമ്പോഴേക്കും കോയമ്പത്തൂർ ടു ആനക്കട്ടി റൂട്ടിലുള്ള മാങ്കരൈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തണം. കോയമ്പത്തൂർ ടു ഈ ആനക്കട്ടി പോകുന്ന റൂട്ട് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് വണ്ടി ഓടിച്ചെത്തിയത്. 7 മണിയോടെ ചെക്ക് പോസ്റ്റ് എത്തി. 8 മണിയാവും ഗൈഡൊക്കെ എത്താൻ. പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. വരുന്ന വഴിക്ക് ഒരു ചായക്കട പോലും തുറന്നിട്ടില്ല. പിന്നെ 10 കിലോമീറ്റർ ഓടിച്ച് തിരിച്ചു പോയപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത്. അവിടെ കയറി രാവിലത്തെ ഭക്ഷണവും കഴിച്ച് വീണ്ടും ഫോറസ്റ്റ് ഓഫീസിലെത്തി. അപ്പോഴും ആരും എത്തിയിട്ടില്ല. അപ്പോൾ തോന്നി ഇനിയിപ്പോൾ ഭാര്യ പറഞ്ഞ പോലെ എനിക്ക് മാത്രമാണ് വട്ടെന്ന്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ച് 8:30 മണി കഴിഞ്ഞപ്പോൾ 1-2 ഗ്രൂപ്പ് എത്തി. അപ്പോൾ കുറച്ച് സമാധാനമായി. 9:30 മണിയായി ഗൈഡ് എത്തുമ്പോൾ. ചോദിച്ചപ്പോൾ പറഞ്ഞത് വരുന്ന വഴിയിൽ മൊത്തം ആനകളായിരുന്നു, അതുകൊണ്ടാണ് വരാൻ വൈകിയാണ്. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 22 പേര് ഇന്ന് ട്രക്കിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സമാധാനം, എനിക്ക് മാത്രമല്ല വട്ട്. ട്രക്കിംഗ് പെർമിറ്റും നമ്മുടെ ID പ്രൂഫും വെരിഫൈ ചെയ്ത് ഫോറസ്റ്റ് എൻട്രി സൈൻ ചെയ്യണം. അതും കഴിഞ്ഞപ്പോൾ ട്രക്ക് തമിഴ്നാടിൻ്റെ ഒരു ക്യാപ്പും ഒരു ബേർഡ് വാച്ചിങ് ഗൈഡും തരും. കോംപ്ലിമെൻ്ററിയാണ്. അതും കഴിഞ്ഞ് ഒരു ചെറിയൊരു ബ്രീഫിങ്ങും. ചെക്ക് പോസ്റ്റിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലായി ഒരു വില്ലേജ് ഉണ്ട്, ശംഭുക്കരൈ. അവിടെ എത്തണം. അവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. വില്ലേജ് വരെ നമ്മുടെ സ്വന്തം കാറിൽ തന്നെ പോകേണ്ടി വരും. അതൊരു 1.5 ഓഫ് റോഡായിരുന്നു. എൻ്റെ കാറിൽ ഇത്രയും ഓഫ് റോഡ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. 10 മണിയായി ഈ ഓഫ് റോഡ് കഴിഞ്ഞ് ആ വില്ലേജ് എത്തുമ്പോൾ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ലഞ്ച് ബോക്സ് വന്നു. ഇതും പാക്കേജിൽ ഇൻക്ലൂഡഡാണ്. റെഡി ടു ഈറ്റിൻ്റെ പാക്കറ്റാണ്. ഓരോ ദിവസം ഓരോ റൈസായിരിക്കുന്നതാണ് അവർ പറയണത്. ഇന്ന് ടമറിൻ റൈസാണ്. ഈ കവർ പൊട്ടിച്ച് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചാൽ റൈസായി മാറുമെന്നാണ് അവർ പറയണത്. അതും ഒരു ടിഫിൻ ബോക്സിലാക്കി തരും. അതും എടുത്ത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കം കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള കയറ്റം തുടങ്ങും. തിങ്ങി നിറഞ്ഞ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരു കയറ്റം. അതും കഴിഞ്ഞാൽ കുത്തനെയുള്ള പാറയുടെ കയറ്റമാണ്. അത് ഇത്തിരി ടഫായിരുന്നു. റെസ്റ്റ് ചെയ്താണ് കയറിയത്. അത് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ചുറ്റിലുള്ള സീനറിയൊക്കെ മാറാൻ തുടങ്ങി. ചുറ്റിലുള്ള ഗ്രാമങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ പുൽമേടാണ്. അത് കുറച്ച് ഫ്ലാറ്റായിരുന്നു. ഇപ്പം തന്നെ കവർ ചെയ്തു. ഈ ട്രെക്കിങ്ങിൽ വാട്ടർ സ്ട്രീംസ് ഒന്നും തന്നെ ഇല്ല. വെള്ളച്ചാട്ടങ്ങളോ അരുവികളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം നമ്മൾ തന്നെ കൊണ്ടുപോകണം. പുൽമേട് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു കയറ്റമാണ്. അത് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഗൈഡ് ഒരു പ്രശ്നം പറഞ്ഞത്. അവസാനത്തെ മല കയറ്റമാണത്. ഇതുകൂടി കഴിഞ്ഞാൽ മുകളിലെത്തും. അപ്പോഴാണ് ഗൈഡ് ഒരു ദൂരേക്കൊരു സ്ഥലം കാണിച്ചിട്ട് ഒരു ആനക്കൂട്ടം നിൽക്കുന്നത് കാണിച്ചു തരുന്നത്. ആ വഴിയാണ് നമ്മൾ പോകേണ്ടത് മുകളിലേക്ക്. ആനക്കൂട്ടം മാറിപ്പോകൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു ഗൈഡ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനക്കൂട്ടം ഒരു വഴിയിലേക്ക് മാറിപ്പോയി. ഞങ്ങൾ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്ത് 1:30 മണിയോടെ മുകളിലെത്തി. മുകളിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല മൂടൽ മഞ്ഞും. ഞാൻ വിചാരിച്ചത് ട്രക്കിംഗ് മുകളിലെത്തുമ്പോഴേക്കും ഉച്ചയായി നല്ല വെയിലായിരിക്കും എന്നാണ്. പക്ഷേ അല്ല, നല്ല തണുപ്പ്, ഇടയ്ക്കിടയ്ക്ക് മൂടൽ മഞ്ഞ്. മുകളിൽ ഒരു പെരുമാളുടെ പ്രതിഷ്ഠയുണ്ട്. വർഷങ്ങളിൽ ഒരിക്കൽ വലിയ പൂജ നടക്കുന്നതാണ് പറയണത്. അതെല്ലാം കണ്ട് കയ്യിലുണ്ടായിരുന്ന ലഞ്ചും കഴിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. മുകളിൽ കുറച്ച് റേഞ്ച് കിട്ടുമായിരുന്നു. 2:30 മണി കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ട്രക്കിംഗ് പോൾ എടുക്കാൻ മറന്നുകൊണ്ട് ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വഴിയിൽ ആനക്കൂട്ടം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. ഗൈഡ് പറഞ്ഞത് ഇടയ്ക്ക് എവിടെ നിന്നും കയറി വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്.
അതുകൊണ്ട് തന്നെ ഇറക്കം കൊണ്ട് സ്പീഡ് കൂട്ടി. 4:30 മണിയോടെ തന്നെ വില്ലേജ് എത്തി. സേഫായി റിട്ടേൺ ആയി എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു. അതോടെ നമ്മൾ ട്രക്കിംഗ് തീരാണ്. ഈ കാറും എടുത്ത് നേരെ മെയിൻ റോഡിലെത്തി. എത്രയും പെട്ടെന്ന് വീടെത്തുക, അതാണ് പ്ലാൻ. നല്ല ടയേർഡാണ്. 1 ലിറ്റർ വെള്ളം മാത്രമാണ് ഞാൻ കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം നല്ല ഡീഹൈഡ്രേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇറങ്ങിയ പാടെ നേരെ പോയി 2 ഇളനീര് കുടിച്ചു. അതും കഴിഞ്ഞ് വരുന്ന വഴിയിൽ വീട്ടിലുള്ളവരുടെ പരിഭവം മാറ്റാൻ കുറച്ച് സ്നാക്സും വാങ്ങി വീടെത്തി. ഈ കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സ്റ്റോറീസിനായി ഫോളോ ചെയ്യുക. അടുത്തൊരു ട്രയൽ സ്റ്റോറിയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.